ഇപ്പോൾ അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് ബോവിക്കാനത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ പാറക്കൽ, എന്താണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? അവിടെ ശോഭായാത്രയ്ക്ക് തുടക്കമായി കഴിഞ്ഞോ അരുൺ പാറക്കൽ? അരുൺ പാറക്കലിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അത് പരിഹരിച്ചതിന് ശേഷം ശോഭായാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാഴ്ചകൾ വിവിധയിടങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാം. സംസ്ഥാനത്തെ നഗര ഗ്രാമവീഥികൾ ഗോകുലങ്ങളാകാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ചെറിയ ഘോഷയാത്രകളായി തുടങ്ങി, ചെറിയ ശോഭായാത്രകളായി തുടങ്ങി, മഹാശോഭായാത്രയായി സംഗമിക്കുന്ന തരത്തിലാണ് പലയിടത്തും പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുരുന്നുകളൊക്കെ ശ്രീകൃഷ്ണ വേഷം ധരിച്ചും നിശ്ചല ദൃശ്യങ്ങളൊക്കെ അണിനിരത്തിയുമാണ് ആ ശോഭായാത്ര ഇനി നടക്കാൻ പോകുന്നത്. ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത്. സംസ്ഥാനത്തു നിന്നുള്ള വിവിധ ഇടങ്ങളിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്രീകൃഷ്ണ വേഷം ധരിച്ച്, അതുപോലെ രാധാകൃഷ്ണ വേഷം ധരിച്ചൊക്കെ പതിവായി നമ്മൾ കാണുന്ന മനോഹരമായ കാഴ്ചകൾ നമ്മുടെ വീഥികളിൽ കാണാൻ പോവുകയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഒരു ശോഭായാത്രയുടെ കാഴ്ചകളിലേക്ക് ഇനി നമ്മൾ കടക്കാൻ പോവുകയാണ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായുള്ള ശോഭായാത്രകൾ അല്പസമയത്തിനകം തന്നെ അതിൻ്റെ വർണ്ണ പകിട്ടിലേക്ക് വരും. മനോഹരമായി ശ്രീകൃഷ്ണ വേഷം ധരിച്ച കുരുന്നുകൾ, അവരുടെ കുറുമ്പുകൾ, അതൊക്കെ ഇനിയുള്ള മണിക്കൂറുകളിലെ മനോഹരമായ കാഴ്ചയാണ്. രാവിലെയാണെങ്കിൽ ക്ഷേത്രങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടന്നിരുന്നു. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംസ്ഥാനത്തുടനീളം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ളൊരു നിറക്കാഴ്ച കൂടിയാണ്, മനോഹരമായൊരു കാഴ്ച കൂടിയാണ്. ആരുടെയും മനം കവരുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഈ വളരെ ചെറിയ കുട്ടികളൊക്കെ ശ്രീകൃഷ്ണ വേഷം അണിഞ്ഞും ഐതിഹ്യങ്ങളെ ഓർമ്മിപ്പിച്ചുള്ള നിശ്ചല ദൃശ്യങ്ങളിലൊക്കെ അണിനിരന്നുമൊക്കെയുള്ള ശോഭായാത്രയുടെ കാഴ്ചകൾ. അതാണ് ഇനിയുള്ള മണിക്കൂറുകളിൽ ശ്രദ്ധേയമാകാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഞങ്ങളുടെ പ്രതിനിധികൾ അതിൻ്റെ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കും. അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പാറക്കൽ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ, വിശേഷങ്ങൾ, പ്രതികരണങ്ങൾ. അരുൺ പാറക്കൽ. അരുൺ പാറക്കൽ, കേൾക്കാമോ? ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് ബോവിക്കാനത്താണ്. ബോവിക്കാനത്ത് ഇതാ വേഷങ്ങളൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ശ്രീകൃഷ്ണ ജയന്തിക്കായി കുട്ടികളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. എന്താ പേരെന്താ? പേരെന്താ? നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയോ? ഒരു പാട്ട് പാടി തരുമോ? റീത നമുക്കൊരു യാതൊരു പാട്ട് പാടി തരും. ഒരു പാട്ട് പാട്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വേഷങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്. കൃഷ്ണവേഷം, ഒരു ചെറിയ കൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എത്ര വയസ്സ് മുതൽ കെട്ടാൻ തുടങ്ങിയതാ? 2 വയസ്സായി. ഇപ്പൊ എത്ര? 2 വയസ്സാ? 3 വയസ്സ്. കുറേ ആളുകളുണ്ട്. അതുപോലെ തന്നെ കുറേ ഒരുപാട് ടേബിളുകളുണ്ട്, വണ്ടി വേഷങ്ങളുണ്ട്. 166 ശോഭയാത്രകളാണ് കാസർഗോഡ് ജില്ലയിൽ ഉടനീളം ഇങ്ങനെ ഉള്ളത്. അത് കാഞ്ഞങ്ങാട് 110 ശോഭയാത്രകളും, ഇവിടെ ബോവിക്കാനം, കുമ്പള മേഖലകളൊക്കെ തന്നെ 56 ശോഭയാത്രകളുമാണ്. ഒരു പാട്ട് പാടി തരുമോ? എത്ര വയസ്സായി? 2. എത്ര വയസ്സ് ആദ്യമായിട്ട് കിട്ടുക? അതിന്റെ സന്തോഷത്തിലല്ലേ? അതിന്റെ സന്തോഷം. റിജിത്ത്, ഇവിടെ കുട്ടികളൊക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ബോവിക്കാനം ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപത്താണ്. ഇവിടെ ഒരു ശോഭയാത്ര ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അവർ ഈ ബോവിക്കാനം ടൗണിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പുമായി നിൽക്കുകയാണ്. ടൗണിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഈ വേഷങ്ങളും അതുപോലെ തന്നെ ടാബ്ലോകളുമായി വലിയ രീതിയിൽ അവിടെ ആളുകളൊക്കെ തന്നെ കൂടിയിട്ടുണ്ട്. കാഴ്ചക്കാരായി ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ അല്പസമയത്തിനകം തന്നെ ഈ ശോഭായാത്ര ഇവിടെ നിന്ന് പുറപ്പെടും. അതിനുശേഷം മല്ലം ക്ഷേത്രത്തിലേക്കാണ് ഈ ശോഭായാത്ര പോകുന്നത്. റിജിത്ത്. ശരി, അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്നുള്ള വിവരങ്ങൾ, കാഴ്ചകൾ, കുരുന്നുകളുടെ പ്രതികരണങ്ങളൊക്കെ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.